സ്റ്റേ ചെയ്യാൻ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. എന്നാൽ ഈ 2026 വന്ന വിജ്ഞാപനവും അതിനുവേണ്ടി അവർ തയ്യാറെടുക്കുകയാണ് സ്റ്റേ ചെയ്യാൻ. പിന്നെ എന്ത് നീതിയാണ് ഈ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന നമ്മൾ നേഴ്സുമാർക്ക് എന്ത് നീതി കിട്ടുമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സമരം, നമ്മുടെ പ്രക്ഷോഭം നമ്മൾ തെരുവിലേക്കാക്കിയത്. ആദ്യം നമ്മൾ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചു. ആ സംസാരത്തിൽ ഒന്നും അവർ നമ്മോടുകൂടെ ഒരു പരിഗണന, ഒരു മാനുഷിക പരിഗണന, കഴിഞ്ഞ 20-25 വർഷമായി ജോലി ചെയ്യുന്ന നേഴ്സുമാരുണ്ട് ഇവിടെ, അല്ലെങ്കിൽ 10 വർഷമായിട്ട് ജോലി ചെയ്യുന്ന നേഴ്സുമാരുണ്ട്, 5 വർഷമായിട്ട് ജോലി ചെയ്യുന്ന നേഴ്സുമാരുണ്ട്. എത്രയെന്നായിരിക്കട്ടെ, ഒരു അനുകമ്പ അല്ലെങ്കിൽ ഒരു അനുഭാവം ഇവിടെ ജോലി ചെയ്യുന്ന നേഴ്സുമാരോട് കാണിക്കാത്ത ഒരു മാനേജ്മെൻറ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ലേബർ ഓഫീസിൽ ഒരു ചർച്ച വിളിച്ചപ്പോൾ അവർക്ക് കുറേ നിയമങ്ങൾ മാത്രം. ധീരരായ പോരാളികളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ഉറ്റുനോക്കുന്ന, വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. 40,000 രൂപ അടിസ്ഥാന ശമ്പളം നമുക്ക് അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ഇത് ഇന്നോ ഇന്നലെയോ നമ്മൾ തുടങ്ങിയതല്ലെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇതേ ഹോസ്പിറ്റലിന് മുമ്പിൽ അല്ലെങ്കിൽ മുത്തൂറ്റ് ഒക്കെ ഒരു 10-12 വർഷം മുമ്പ് തുടങ്ങിയ സമരമാണ്. അന്ന് വളരെ വളരെ നിസ്സാരമായ തുക മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആശുപത്രികൾക്ക് മുമ്പിൽ നഴ്സുമാർ, പ്രത്യേകിച്ച് ആ കാലയളവിലാണ് മെയിൽ നഴ്സുമാർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഡൽഹിയിലും ഒക്കെ നടന്ന ഇഷ്യൂസൊക്കെ